അവൻ്റെ ഒരു ലവ് ലെറ്റർ, അത് ഈ ഫോണൊക്കെ ഉള്ള സമയത്ത് അവൻ്റെ ഒരു പഞ്ചവർണ്ണ തത്ത. അതെ ടീച്ചറെ, ഈ പഞ്ചവർണ്ണ മുന്നക്കെതിരെയുണ്ടല്ലോ എന്തായാലും നടപടി എടുക്കും. എടോ ഇതൊക്കെ വായിച്ച് എൻ്റെ മോളുടെ അവസ്ഥ താനൊന്ന് ആലോചിച്ച് നോക്കണം. സാറ് വെക്കോളൂ, ഞാൻ വെക്കോളാം. കേട്ടല്ലോ, വേലാൽ ഇമാതിരി പരിപാടി കാണിക്കരുത്. മനസ്സിലായടാ? ഇനി മേലെ ഇമാതിരി എന്തെങ്കിലും പരിപാടി കാണിച്ചിട്ട് വീട്ടിൽ കയറാനാണ് എൻ്റെ ഉദ്ദേശമെങ്കിൽ കിച്ചു നടക്കില്ല, ഞാൻ നടത്തൂല. ഹലോ, നിങ്ങളോടാ പറഞ്ഞു. മനസ്സിലായില്ല? ആരെവനെ കൊണ്ട് ഈ പണി ചെയ്യിപ്പിച്ചെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാ ചേട്ടനെ കൂട്ടി വരാൻ പറഞ്ഞു. അവനെ നോക്കണ്ട, അവനല്ല പറഞ്ഞേ. മനസ്സിലായിരുന്നല്ലേ? ഇത് നിനക്കുള്ള ലാസ്റ്റ് വാണിങ്ങാ. ഇനി മേലായി മാതിരി പരിപാടി കാണിച്ചാലോ. സോറി. ചേട്ടായിട്ട് മണ്ടൈഡിയ ഞാൻ പറഞ്ഞ എഴുതിക്കോളാം. ഈ കാണാറുന്ന മോനെ പെണ്ണെ തെറുക്കത്തും കൊടുത്തു പറഞ്ഞപ്പോ ടീച്ചർ അടിച്ച് ഉണ്ടാക്കി കിട്ടിയാന്. എടാ എന്നാലും എനിക്ക് മനസ്സിലാവാത്ത അതല്ല, ഞാനാണ് ആ ലെറ്റർ എഴുതിയെന്ന് അവൾക്ക് എങ്ങനെ മനസ്സിലായെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ ചൂങ്ങ പ്രേമരോഗികളോട് ഉണ്ടായിരുന്നോ? മിസ് ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ, ഞാനാണ് ആ ലെറ്റർ എഴുതിയെന്ന് മിസ്സിനെ എങ്ങനെ മനസ്സിലായത്? ഞാൻ ആദ്യമായിട്ടല്ലോ എൻ്റെ ലെറ്റർ വായിക്കണം. എനിക്കിതുവരെ എന്നെ മനസ്സിലായില്ല. പേര് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. അലീന ബാബു. സീരിയസ് ആയിട്ട് എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല. എനിക്ക് ചെറിയൊരു ഡൗട്ട് തോന്നിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചേട്ടനെ കൊണ്ട് വരാൻ പറഞ്ഞു. ഇവിടെ കയറിയിട്ട് എത്ര നാളായി? ഒരു മന്താവണം ഗസ്റ്റ് ആയിട്ട്. കല്യാണം ഇല്ല. അവിടെ എങ്ങനെയാ? ഇവിടൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ? ഇവിടൊക്കെ തന്നെ കാണും.